ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇന്ന് നമുക്ക് കുറച്ചധികം പരിപാടികൾ ചെയ്യാനുണ്ട് കേട്ടോ. ഇന്നത്തെ പരിപാടി ഒന്ന് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് പുറത്ത് പോകണം. പിന്നെന്താ, ഹെയറിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാനൊരു സാധനം ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൂടെ വ്ളോഗിൽ ഉൾപ്പെടുത്താം, സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യേണ്ട എന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു കാര്യം കൂടി പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ തന്നെ ചെയ്യാം കേട്ടോ. ഒരു കുഞ്ഞു പരിപാടിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് അതിൽ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. രാവിലത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഉച്ചക്കിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. അതാണ് നമ്മുടെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ചോറ് ഇവിടെ ആയിട്ടുണ്ട്. അമ്മ എന്താ വെക്കുന്നത്? മീൻകറി, മത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. മത്തിക്കറിയും പൊരിക്കുന്നുണ്ടോ? മത്തി പൊരിക്കാൻ മീൻസ് വറക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പച്ചക്കറി എന്താ ഉണ്ടാക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങൾക്കൊന്നും ഉണ്ടാക്കണ്ട? അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ പതിവ് പരിപാടിയിലേക്ക് കടക്കുമ്പോഴാണ് നമ്മുടെ സുന്ദരൻ വന്നിട്ട്. സുന്ദരൻ ഇപ്പോൾ ഭയങ്കര ഏനാന്താന്ന്. വേറെ ഒന്നല്ല, അവനെന്തെങ്കിലും തിന്നാൻ വേണ്ടി കൊടുത്ത് കുറച്ച് തിന്നിട്ട് ബാക്കി തിന്നാതെ അവിടെ കിടക്കൂട്ടോ. അതേപോലെ വാരി കൊടുത്തിട്ടുണ്ട്, പിന്നെ ബാക്കി കഴിച്ചോളും. അപ്പോഴേക്കും അമ്മ മീനൊക്കെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി വെക്കാൻ നമുക്ക് അത്ര കൂടുതൽ വേണമെന്നില്ല. കറീനോട് അത്ര വലിയ താല്പര്യം എനിക്ക് മോനും ഇല്ല. ഞങ്ങൾക്ക് പൊരിച്ചതാണ് കേട്ടോ ഇഷ്ടം. അച്ഛനാണ് കറി കൂട്ടുക. ചാറൊക്കെ കൂട്ടും കേട്ടോ. കറി കഷ്ണം കൂട്ടാൻ ഇത്തിരി പാടാണ്. എന്നാലും ചില സമയത്തൊന്ന് തോന്നും കഴിച്ചാൽ കൊള്ളാമെന്നുള്ളത്. അപ്പോഴാണ് കേട്ടോ കറിയിലുള്ള കഷ്ണം മീൻ കൂട്ടുക. അപ്പോൾ കൂടുതലായിട്ടും വറുത്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് മീൻ വറുക്കാം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, വെളിച്ചെണ്ണ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊക്കെ മസ്റ്റാണല്ലോ. സാധാരണ എങ്ങനെയാണ് മീൻ വറുക്കുക അതേപോലെയൊക്കെ തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് നമ്മുടെ മസാലകളൊക്കെ മീനിലേക്കൊന്ന് തേച്ചൊക്കെ സെറ്റാക്കിയിട്ട് കുറച്ച് നേരം നമുക്ക് അങ്ങനെ വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസാലയൊക്കെ തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമ്മൾ മീൻ കൂട്ടാൻ വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. മത്തിക്കറി കൂട്ടാൻ എന്ന് പറഞ്ഞാൽ കറിയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, തക്കാളി, മുളകിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ തന്നെ സെറ്റാക്കിയിട്ട് നമുക്ക് മീൻ കറി കൂടെ വെക്കാം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, നമ്മുടെ വലിയുള്ളി, തക്കാളി, പുളിവെള്ളമാണ് കേട്ടോ. നമ്മുടെ വാളംപുളിയില്ലേ, അതിൻ്റെ പുളിവെള്ളം ഒക്കെ എടുത്ത് സെറ്റാക്കി വെക്കാം.
പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻകറി വെക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല എന്നാണ് സംഭവിച്ചത്. അതിനുശേഷം മീൻ വറുത്തതും എല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇന്ന് ചെറിയ മത്തി ആയതുകൊണ്ട് തന്നെ ഞാനൊരു കറി വെച്ചൊരു കഷ്ണം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറേ ദിവസം ഇങ്ങനെ വിചാരിക്കണം നമുക്ക് എന്താ പറയുക പായസം വെക്കാമെന്ന്. അപ്പോൾ നമ്മൾ ചെറുപയർ പരിപ്പിൻ്റെ പായസം വെക്കാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പോൾ ഈ ചെറുപയർ പരിപ്പിൻ്റെ പായസത്തിന് തേങ്ങയാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. തേങ്ങ ചിരകിയത് കേട്ടോ. പിന്നെ ഇത് കഴുകി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മളിത് വറുത്തതിന് ശേഷമാണ് കഴുകുക. അല്ലെങ്കിൽ കഴുകിയിട്ട് വറുക്കുകയാണെങ്കിൽ എന്താ അറിയോ, ഇത് വറുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കണ്ടോ, ഞാൻ ആദ്യം വറുത്തു, പിന്നെ അതിന് ശേഷം കഴുകി കുക്കറിലൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് പരിപാടി കഴിക്കാനുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് കുക്കറിലാണ് വെച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്പറിട്ട തേങ്ങാപ്പാൽ വേണം കേട്ടോ. 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ, ഇങ്ങനെ 3 നമ്പറിട്ട പാലുകളാണ് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം ഞാനിവിടെ 1-ാം പാൽ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണേ. ഈ ഒരു പായസം വെക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡിലൂടെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എൻ്റെ മാരേജൊക്കെ കഴിഞ്ഞ സമയത്ത് ഇതേപോലെ പായസം വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ പായസം വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നു. ഇതേപോലെ ഇത് വറുത്തിട്ടാണ് കഴുകുക എന്നുള്ളതൊന്നും അറിയില്ല. എൻ്റെ ചെറിയ പ്രായമല്ലേ, അപ്പോൾ അറിഞ്ഞുകൂടാ. ചോദിച്ചാൽ പറഞ്ഞു തരാനുള്ള ആളുകളും ഇല്ല. അമ്മായിയമ്മയ്ക്ക് നല്ല അടിപൊളി ബെസ്റ്റ് ക്യാരക്ടർ ആയതുകൊണ്ട് അവർ ആ ഭാഗത്തേക്കേ വന്നില്ല. ഒന്ന് സഹായിക്കാൻ പോലും, ഒന്ന് പറഞ്ഞു തരാൻ പോലും ആരും ഇല്ലാത്തത് കാരണം ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ആദ്യം ഇത് കഴുകിയിട്ട് വറുത്തു. എൻ്റെ പൊന്നോ, ഗ്യാസിൻ്റെ മുകളിൽ നിന്ന് ചെയ്യരുത് എന്നുള്ള ഓർഡർ കിട്ടിയത് കാരണം ഗ്യാസിൻ്റെ അടുത്തേക്ക് പോകാനും വേണ്ടി പറ്റില്ല. അടുപ്പിൽ വെച്ചിട്ട് ഞാനിത് കഴുകിയതാണല്ലോ, വറുത്ത് 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 ഒരു വഴിക്കായിട്ട് ഞാനൊരു പായസം വെച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധമല്ലേ. ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു ചിരിയായിട്ടേ തോന്നുക. പക്ഷേ അന്ത സമയത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു വലിയ സംഭവമാണ് എന്തായാലും. ഓക്കെ, അതോ ഇപ്പം ഞാൻ വളരെ വളരെയധികം എന്താ പറയുക അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. പണ്ട് അത്രയും കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചത് ഇന്ന് എനിക്കൊരു ഉപകാരമായി. അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമ്മുടെ 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ടില്ല. നമ്മുടെ ചെറുപയർ പരിപ്പ് വെന്തിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ തേങ്ങാപ്പാലില്ലേ, 3-ാം പാലിലാണ് കേട്ടോ. ഇതൊന്നുകൂടി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി വിസിലൊന്നും വെക്കണമെന്നില്ല, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തിളപ്പിച്ചെടുത്താൽ മതി. അത് നന്നായിട്ട് ആയി വരട്ടെ കേട്ടോ. ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. ആ തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് പിടിക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ 2-ാം പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ 2-ാം പാലും നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് എന്തെന്നറിയോ, ശർക്കരയാണ് കേട്ടോ. ശർക്കര പാവ് കാച്ചുക എന്ന് പറയും. എന്താ പറയുക, നമ്മൾ ലായനി ആക്കി എടുക്കൂലേ, ആ സംഭവമാണ് ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതാ കണ്ടോ, ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് ഇതേപോലെ പാവ് കാച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങളിത് അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതിൻ്റെ അടിയിൽ ഇതേപോലെ ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരിച്ചിട്ട് വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 2-ാം പാലും കൂടി ഒഴിച്ച് തിളപ്പിച്ച് വെച്ചിട്ടില്ല നമ്മുടെ ഈ ഒരു പായസത്തിലേക്ക് ശർക്കര പാവ് കാച്ചിയത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചെറുപയർ പരിപ്പിൻ്റെ പായസം എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. ശർക്കരയാണ് ഒഴിക്കുക, പഞ്ചസാര അല്ല കേട്ടോ ഇടുക. ഓക്കെ, അപ്പോൾ ഇത് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ട്, നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇനി ആ മധുരമൊക്കെ നമ്മുടെ ചെറുപയർ പരിപ്പിൻ്റെ അതിൻ്റെ മേലേക്കും അതേപോലെയൊക്കെ പിടിക്കട്ടെ കേട്ടോ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ജീരകമില്ലേ, നല്ല ജീരകവും എന്താ പറയുക ഏലക്കായും അത് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ഒന്ന് ജസ്റ്റ് കുത്തി പൊടിച്ച് എടുക്കാം. കുറച്ചേ ഉള്ളത് കാരണം ഞാൻ നമ്മുടെ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന ആ ഒരു കല്ലില്ലേ അതിലിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കിയെടുത്തതാണ്. അപ്പോൾ ആ ഒരു പൗഡറും കൂടി ഈ ഒരു പായസത്തിൻ്റെ മിക്സിലേക്ക് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് ആ വറക്കുമ്പോഴും അത് ഇതിലേക്ക് ചേർക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു സ്മെല്ലില്ലേ, അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇവിടെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പായസമാണ്. എനിക്ക് ഇതിനേക്കാട്ടും കൂടുതലായിട്ട് ഇഷ്ടം അടപ്രഥമനും പാൽപ്പായസമാണ് കേട്ടോ. പക്ഷെ എനിക്ക് എന്താണെന്നറിയോ, മധുരം ഒരുപാട് അങ്ങോട്ട് കഴിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എനിക്ക് തലയ്ക്ക് പിടിക്കും. അങ്ങനെ ഒരു പ്രശ്നമില്ല, ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ. പിന്നെ ഫൈനലായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ 1-ാം പാലില്ലേ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചേർത്തി കൊടുക്കുക. എന്നിട്ട് ഒരു മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു കല്ല് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്താണ്.
ചെറുപയർ പരിപ്പിൻ്റെ ഈ ഒരു പായസത്തിന് നമ്മൾ തേങ്ങാക്കൊത്താണ് കേട്ടോ ഇടുക. നെയ്യിൽ കുറച്ച് തേങ്ങ ഇതേപോലെ ചീളായിട്ട് ഇങ്ങനെ അരിഞ്ഞ് ഇതേപോലെ ആക്കിയെടുക്കുമല്ലോ, അതേമാതിരി ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള പായസമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് അറിയണ്ടാകും, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതേപോലെ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് മധുരം അത്രയ്ക്ക് അങ്ങോട്ടേക്ക് കഴിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് പായസമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒറ്റയടിക്ക് കഴിക്കാനൊന്നും പറ്റില്ല. ഞാൻ കുറച്ച് കഴിച്ച് ബാക്കി അവിടെ എടുത്ത് വെക്കും. എന്നിട്ട് കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം അത് ബാക്കി കഴിക്കും. അതിപ്പോൾ എനിക്കിഷ്ടമുള്ള പാൽപ്പായസമാണെങ്കിലും അടപ്രഥമനാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടേക്ക് സ്പെഷ്യൽ ഒരു സംഭവമാണ് ശർക്കര ജിലേബി എന്ന് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ പൊന്നോ, എനിക്കത് തീരെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പായസമൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴാണ് മുൻപ് നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗോൾഡൻ ബെറീനെ പറ്റിയിട്ട് കേട്ടോ. അന്ന് ഞാൻ ഗോൾഡൻ ബെറീൻ്റെ വിത്ത് പാവി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിറയെ ഗോൾഡൻ ബെറി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഗോൾഡൻ ബെറീൻ്റെ ചെടി എന്ന് പറയുന്നത്. നിറയെ കായ ഉണ്ടായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, താഴെ വീഴും. അപ്പോൾ നമ്മളത് എടുത്തിട്ട് വെക്കും കേട്ടോ, നമ്മൾ കഴിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഗോൾഡൻ ബെറീൻ്റെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പായസമൊക്കെ കഴിച്ചതിന് ശേഷം നമുക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. മോൻ്റെ സ്കൂളിൽ പരിപാടി ഉണ്ട്, അപ്പോൾ വൈറ്റ് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യാണ് കേട്ടോ. കാരണം മൊത്തത്തിൽ ജഗബോഗയായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമ്മളിന്ന് ചെയ്തില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ലേറ്റായിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധനമൊക്കെ വാങ്ങി തിരിച്ച് പോകുന്നത് ഓട്ടോയിലാണ് കേട്ടോ. നമ്മൾ അവിടുന്ന് ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. കട്ട്ലേറ്റ്, ഇത് രണ്ടും ഉണ്ടതല്ല കേട്ടോ, ഒന്ന് എൻ്റേത് ഒന്ന് മോൻ്റേതാണ്. വീട്ടിലെത്തി ചായയൊക്കെ കുടിച്ചു. എവിടെ പോയി? എവിടെ? ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വാ. എന്താണ് നിങ്ങൾ ചായയൊക്കെ കുടിച്ചില്ലേ? അത് വരുന്നത് ഇങ്ങോട്ട് പോരും അമ്പ മറ്റേ എൻ്റെ ഏട്ടൻ. അങ്ങനെ സുന്ദരൻ എന്നെ തിരഞ്ഞു വരുന്നതാണ് കേട്ടോ. ദിവസം വന്ന് തിരയും ഞാൻ എവിടെയാണ് ഉള്ളത് എന്നുള്ളത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ സുന്ദരനെ കാണിച്ചിട്ട് ഇവിടെ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.